സ്ത്രീകളിലേക്ക് മാറിയ ഈ ജാസിയെ പോലുള്ളവരെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ആ ബസ്സിൽ കയറാനായിട്ട് ഞങ്ങൾ സ്ത്രീകൾ ഇവിടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരോട് എനിക്ക് ഞാൻ ഈ ഇപ്പൊ പറഞ്ഞ പേരിന്റെ ആള് മാത്രമേ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ വീട്ടില് പടച്ചറബേ ദൈവം ഞാൻ അങ്ങനെ ഒരിക്കലും പറയാതിരിക്കണം. ഈ ഒരു ജന്മം എത്രത്തോളം വിഷമാണ്, എത്രത്തോളം പ്രോബ്ലത്തിലൂടെ കടന്നു പോയത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. പക്ഷെ ഇങ്ങനെ പറയുന്ന ആൾക്കാരെ വീട്ടിൽ ഇങ്ങനെ ഒരാൾ ജനിക്കണം, അത് ദൈവം ജനിപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് അപ്പോൾ അവർക്ക് മനസ്സിലാവും ഇവരെ വിഷമം എന്താണ്, വേദന എന്താണ്, അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അച്ഛനമ്മ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്, വേദന എന്താണെന്നുള്ളത് അവർക്ക് ദൈവം കാണിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഇങ്ങനെ പരിഹസിക്കുന്ന ആൾക്കാരുടെ വീട്ടിൽ അവർക്ക് ഒരു കുട്ടി ഇതേപോലെ ജനിക്കണം, അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു കുട്ടി ജനിക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അവർ ചിരിയും കളിയും തമാശ പറച്ചിലും കളിയാക്കലൊക്കെ നിന്നു. അപ്പൊ ജാസി ശാപവാക്കുകളുമായിട്ട് വന്നിരിക്കുകയാണ്. അതായത് ഏറ്റവും കൂടുതൽ ഇപ്പം രേണുസുതിയെ പോലെ തന്നെ, അല്ലെങ്കിൽ കുറച്ചും കൂടി അധികം ട്രോളുകൾ വാങ്ങിച്ചു കൂട്ടുന്ന ഒരു വ്യക്തിയാണ് ജാസി. അപ്പോൾ ജാസിയും രേണുസുതിയുമാണ് ഇങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്നത്. അതായത് നെഗറ്റീവ് റീച്ചാണ് ഈ രണ്ടു പേർക്കും കിട്ടുന്നത്. അപ്പം ഇപ്പോൾ ശപിച്ചിരിക്കുകയാണ്. അതായത് ജാസിക്കെതിരെ പറയുന്നവരുടെ വീട്ടിൽ ജാസിയെ പോലെയുള്ള ആൾക്കാർ ജനിക്കണം എന്ന് കൈ കൂപ്പി തൊഴുത് പ്രാർത്ഥിച്ചിരിക്കുകയാണ്. അപ്പം എൻ്റെ പൊന്ന് ജാസിയെ, ഇങ്ങനെയൊക്കെ ശപിക്കാനും മാത്രം, ഇങ്ങനെയൊക്കെ ശപിക്കുന്നതിന് മുമ്പ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിന്നെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയധികം വിമർശിക്കുന്നത്, റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ട്? നീ കാണിക്കുന്ന വിവരക്കേട്, നിൻ്റെ ഈ പേക്കൂത്തുകൾ സോഷ്യൽ മീഡിയയിൽ സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അപ്പോൾ ഈ ജാസി പറഞ്ഞത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ വീടുകളിൽ ഇതുപോലെയുള്ള ആൾക്കാർ ജനിച്ചാലേ ഞങ്ങൾക്കിതിൻ്റെ വേദന അറിയത്തുള്ളെന്നും. എത്രയോ ട്രാൻസ്ജെൻഡർമാർ ജീവിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം. കേരളം മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് പേരുണ്ട്. നമുക്ക് നമ്മുടെ കേരളത്തിലെ കാര്യം പറയാം. ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം സീമ വിനീത് ട്രാൻസ്ജെൻഡറായി ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ചു, സർജറിയൊക്കെ ചെയ്തു. അവർ നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അവർ യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റയിൽ നല്ല നല്ല റീൽസ് പങ്കുവെക്കാറുണ്ട്. അവരുടെ മാരേജ് കഴിഞ്ഞു. അപ്പോൾ അവരുടെ വീഡിയോസിൻ്റെയൊക്കെ അടിക്ക് ചെന്ന് ഒന്ന് അതിൻ്റെ കമൻറ്റ് ഒന്ന് വായിച്ചു നോക്കുക. എത്ര നല്ല കമൻറ്റ്സ്, ചിലതെങ്ങാണമേ അതിനകത്ത് നെഗറ്റീവ് കമൻറ്റ്സ് വരാറുള്ളൂ. എത്ര നല്ല നല്ല രീതിയിലുള്ള കമൻറ്റ്സുകളാണ് സീമ വിനീതിൻ്റെ വീഡിയോയ്ക്ക് വരുന്നത്. മിക്ക വീഡിയോസും ഞാൻ കാണാറുണ്ട് സീമ വിനീതിൻ്റെ. കാരണം മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കൂടുതലും വീഡിയോസ് കാണാറുണ്ട്. അപ്പോൾ അതിനടിയിൽ വരുന്ന കമൻറ്റ്സും നോക്കും. വളരെ കുറച്ചേ ഉള്ളൂ നെഗറ്റീവ് കമൻറ്റ്സ് വരുന്നത്. അതിപ്പോൾ എല്ലാവരുടെയും വീഡിയോയ്ക്ക് വരുന്നതാണ്. ഇനി നമ്മൾ എത്ര നല്ല വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാലും നെഗറ്റീവ് കമൻറ്റ്സ് വരും. അപ്പോൾ സീമ വിനീതിനെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ജാസിയെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്ത് ജാസിയെ ഇങ്ങനെ പറയുന്നത് പോലെ ഈ രീതിയിലൊക്കെ എന്തുകൊണ്ടാണ് സീമ വിനീതിനെ ഒന്നും അവഹേളിക്കാത്തത്, ഇങ്ങനെ പുച്ഛിക്കാത്തത്, ഇങ്ങനെ തരം താഴ്ത്താത്തത് സമൂഹത്തിൻ്റെ മുന്നിൽ? എന്തുകൊണ്ടാണ്? സീമ വിനീത് ഒരു കോമാളിയാവുന്നില്ല സോഷ്യൽ മീഡിയയിൽ. ഒരു കോപ്രായവും കോമാളിത്തരവും അവർ കാണിക്കുന്നില്ല. അവരവരുടെ വർക്കുകൾ ചെയ്യുന്നു, അവരുടെ വർക്കുകൾ അവർ യൂട്യൂബിലിടുന്നു, സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ അവരുടെ നല്ല നല്ല റീൽസുകൾ അവർ അപ്ലോഡ് ചെയ്യുന്നു. ഇതുപോലെ 10-15 യൂട്യൂബേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഓൺലൈൻ മീഡിയക്കാർ ഇങ്ങനെ കൂടി നിന്നിട്ട് ഇതുപോലെയുള്ള വിഡ്ഢിത്തരങ്ങൾ പറയുന്നില്ല. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കണം, നിങ്ങളുടെ മനസ്സ് സ്ത്രീയുടേതായതുകൊണ്ടാണ് ഈ ട്രാൻസ് വുമൺ ആകാൻ നിങ്ങൾ ശ്രമിക്കുന്നത്. സർജറിയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ ശ്രമിച്ചിട്ട് നിങ്ങളിതിലേക്ക് വരുന്നത്. അപ്പോഴും ഒരു കുഞ്ഞെന്നുള്ള ഇത് നിങ്ങൾക്ക് സാധിക്കത്തില്ല. അപ്പോൾ ഒരു കുഞ്ഞിനെ ഇപ്പം ദത്തെടുക്കാൻ പോലും ഇന്നത്തെ നിയമത്തിൻ്റെ വെച്ചിട്ട് കഴിയില്ല എന്നാണ് ഞാൻ അറിഞ്ഞത്. എന്നാൽ ഇനിയിപ്പോൾ കഴിയുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നേരത്തെയൊക്കെ അങ്ങനെ ആയിരുന്നു. ഒരു കുഞ്ഞെന്നുള്ളത് വലിയ സ്വപ്നം തന്നെയാണ്. അപ്പോൾ അത് പറ്റാത്തത് കൊണ്ട് തന്നെ അവർക്ക് വിഷമങ്ങളുണ്ട്. പക്ഷേ അവരുടെ ലൈഫിൽ അവരത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ജീവിക്കുന്നത്. ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ ഞാൻ പെണ്ണാണേ, എനിക്ക് യൂട്രസ് ഉണ്ട്, എനിക്ക് പീരീഡ്സ് വരുന്നുണ്ട്, എനിക്കൊരു കുഞ്ഞിനെ പ്രസവിക്കാൻ പറ്റും, ഉടനെ തന്നെ എനിക്കൊരു കുഞ്ഞ് വരും എന്നൊന്നും ഈ സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്ന് പറയുന്നില്ല. ഒരു സ്ത്രീയെ തന്നെ അപമാനിക്കുന്ന രീതിയിലാണ് പല രീതിയിലും ജാസിയുടെ വർത്തമാനം. ജാസിയെ പോലെ ഒരാൾക്ക് യൂട്രസ് ഇല്ല, പീരീഡ്സ് വരില്ല, ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ല. പക്ഷേ ഇതൊക്കെ കഴിയുമെന്നും പറഞ്ഞിട്ട് പെണ്ണുങ്ങളെ തന്നെ, സ്ത്രീകളെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പറയാറുണ്ട്. പാസ്പോർട്ടിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊന്നും പോകാൻ പാടില്ല എന്നുള്ളത് ട്രാൻസ്ലേഷന് അലൗഡ് ഇല്ല. സ്ത്രീ ആയി തന്നെ പോവാം. ഒരുപാട് ട്രാൻസ്ലേഷൻ ദുബായിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, BCC കണ്ടല്ലോ. അപ്പം പോവാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ സ്ത്രീ പുരുഷൻ എന്നുള്ളടത്ത് സ്ത്രീ ആയിരിക്കണം, അല്ലെങ്കിൽ ഒന്ന് പുരുഷനായിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ എന്നുള്ള രീതിയിൽ പോകാൻ പാടില്ല. ജാസിക്ക് റേഷൻ കാർഡിൽ പേരില്ല.
അവിടെ ഉണ്ട്, വീട്ടിലുണ്ട്. അതിൽ പുരുഷനായിട്ടാണ് എപ്പോഴും അതിൽ മാറിയിട്ട് ഇലക്ഷൻ ഐഡിയിലും പുരുഷനാണ്. അതാണ് പ്രശ്നം, വോട്ട് ചെയ്യാൻ പറ്റില്ല. അത് മാറ്റാൻ വേണ്ടി കൊടുത്തിരുന്നത്, പക്ഷെ വന്നപ്പോഴും പുരുഷനാണ്, പഴയ പേരിൽ പുരുഷനാണ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജാസിന്റെ ഫുൾ നെയിം എന്തായിരുന്നു? മുഹമ്മദ് ജാസി. മുഹമ്മദ് ജാസിൽ. അതിൽ ഇപ്പൊ ഐഡന്റിറ്റി കാർഡിൽ ഇപ്പൊ എന്റെ പേര് ജാസി ആഷി നാക്കി. ജാസി ആഷി. ഹസ്ബൻഡിന്റെ പേര്. ഹസ്ബൻഡിന്റെ പേര്. സംഭവം മറ്റൊന്നുമല്ല, നെഗറ്റീവ് റീച്ച് തന്നെയാണ്. അതുമാത്രമല്ല, സീമ വിനീതിനെയും ജാസിയെയും തമ്മിൽ കമ്പയർ ചെയ്യാനും പറ്റത്തില്ല. കാരണം സീമ വിനീത് എല്ലാവിധ സർജറിയും കഴിഞ്ഞു ഒരു ട്രാൻസ് വുമൺ ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത്. അതേസമയം ജാസിയുടെ പൂർണ്ണ സർജറി കഴിഞ്ഞിട്ടില്ല. സിലിക്കോൺ മാത്രമേ ജാസി വെച്ചിട്ടുള്ളൂ. അത് വെച്ചപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ ഹോസ്പിറ്റലിൽ മുതൽ പല ട്രാൻസ്ജെൻഡേഴ്സും ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്. രഞ്ജുമാർ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഈ മെയിൻ സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുറേ ദിവസത്തേക്ക് അനങ്ങാൻ പോലും സാധിക്കത്തില്ല, ഒരു ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല, ജീവൻ പോലും തിരിച്ചു കിട്ടത്തില്ല എന്ന് തോന്നിപ്പോൾ മരിച്ച് ജീവിച്ചാണ് അവർ തിരിച്ചു വരുന്നതെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജാസിയുടെ സർജറി കഴിഞ്ഞപ്പോൾ ജാസി എന്താണ് കാണിച്ചത്? വീഡിയോ എടുക്കുന്നു, റീൽസ് എടുക്കുന്നു, സർജറി കഴിഞ്ഞ കാര്യങ്ങൾ പറയുന്നു. അങ്ങനെയാണ് ട്രാൻസ്ജെൻഡർ ആയിട്ടുള്ള ആൾക്കാർ പോലും അതിനെതിരെ വിമർശനവുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ളവർ അതിനെക്കുറിച്ച് അന്വേഷിച്ചു. ജാസി സിലിക്കോൺ മാത്രമേ വെച്ചിട്ടുള്ളൂ, അതായത് ബ്രസ്റ്റിന് സർജറി മാത്രമേ ജാസി ചെയ്തിട്ടുള്ളൂ. ആ ജാസി ഈ സോഷ്യൽ മീഡിയയെ മൊത്തം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോസ് ഇടുകയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോഴാണ് ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടായത്. പിന്നെ വേറൊരു ഫാമിലി ഉണ്ടല്ലോ, ഒരു പെണ്ണ് ആണായതും ആണ് പെണ്ണായതുമായിട്ടുള്ള ഒരു ഫാമിലി ഉണ്ട്. അവർ കല്യാണം കഴിച്ച് അവർക്കൊരു കുഞ്ഞ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ആണായതാണല്ലോ, പക്ഷെ അവർക്ക് യൂട്രസ് റിമൂവ് ചെയ്തിട്ടില്ല. അവർക്കൊരു കുഞ്ഞിനെ കിട്ടി, സിയ, അങ്ങനെ ഞാൻ തോന്നുന്നു, സിയ. അപ്പോൾ അവർക്ക് അവരുടെ യൂട്രസിൽ ഈ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും അവരുടേതായിട്ട് ഒരു കുഞ്ഞിനെ അവർ ജന്മം നൽകുകയും അവർ ആ കുഞ്ഞിനെ ഇപ്പം നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരികയാണ്. ഒരുപാട് റീൽസുകൾ പങ്കുവെക്കുന്നുണ്ട് അവർ. അത് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക എന്നുള്ളതല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. പിന്നെ ഇപ്പോൾ ആള് ഇങ്ങനെ സംസാരിക്കാനുള്ള പ്രായമൊക്കെ ആയി. ഇനിയിപ്പം സ്കൂളിലൊക്കെ പോകുന്ന സമയങ്ങളിലാണ് അങ്ങനെയുള്ള സംസാരങ്ങളും ചർച്ചകളും നമുക്ക് വരാം. സോ അതിന് ഞങ്ങൾ പ്രിപ്പയർ ആണ്. ആൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി വളർത്തണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ. തെറ്റും ശരിയൊന്നും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. പിന്നെ അതുപോലെ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഉണ്ട്, എൽജിബിറ്റി ഉണ്ട്, ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ എന്തായാലും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യാൻ ഓക്കെയാണ് അവളുടെ കൂടെ. അവൾ അവർ പ്രായമായി കഴിയുമ്പോഴത്തേനും അവൾ ചോദിക്കും, അവളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ജനന സർട്ടിഫിക്കറ്റിനകത്ത് രക്ഷിതാക്കൾ എന്നുള്ള മേൽവിലാസം കൊച്ചിന് കിട്ടി. പേരൻസിൻ്റെ സ്ഥാനത്ത് രക്ഷിതാക്കൾ എന്ന് കൊടുക്കുകയും, അതായത് അച്ഛൻ അമ്മ എന്നുള്ള സ്ഥാനത്ത് രക്ഷിതാക്കൾ എന്നാണ് അവർക്ക് ജനന സർട്ടിഫിക്കറ്റിനകത്ത് കിട്ടിയത്. അവർ പോരാടി നേടിയതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അവരോട് ബഹുമാനമാണ്. അപ്പോൾ അവർ അങ്ങനെയൊക്കെ ഒരുപാട് പേര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. അവർക്കൊരു വിമർശനങ്ങളില്ല, അവരെ ട്രോളുന്നില്ല. കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ടാകും, അത് നമ്മൾ പ്രതീക്ഷിച്ചേ പറ്റൂ. നല്ല രീതിയിൽ വീഡിയോ ഇടുന്ന ആൾക്കാർക്ക് പോലും നെഗറ്റീവ് കമൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഫാമിലിയെ തന്നെ ഈ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കഴിഞ്ഞു. നല്ല രീതിയിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി കുഞ്ഞുമായിട്ട് ജീവിക്കുന്നുണ്ട്. അവരൊരിക്കലും ഇപ്പോൾ ട്രാൻസ് വുമൺ ആയിട്ട് നിൽക്കുന്ന അവരാണ് ഈ കുട്ടിയുടെ അമ്മയായിട്ട് നിൽക്കുന്നത്. എന്നാൽ പ്രസവിച്ചത് ഭർത്താവിൻ്റെ സ്ഥാനത്തുള്ള ആളാണ്, അച്ഛൻ എന്ന് പറയുന്ന ഒരാളാണ് പ്രസവിച്ചത്. കാരണം അത് ഒരു വുമണിൽ നിന്നും മെന്നായ ഒരാളാണ്. അപ്പോൾ യൂട്രസ് ഉള്ളത് കൊണ്ട് തന്നെ കുഞ്ഞിന് ജന്മം കൊടുക്കാൻ സാധിച്ചു. പക്ഷേ എങ്കിൽ പോലും അവരെവിടെയും അവകാശവാദമായിട്ട് വന്നിട്ടില്ല. ഞാൻ തന്നെയാണ് അമ്മ, ഞാൻ തന്നെയാണ് അച്ഛൻ എന്ന് പറഞ്ഞ് അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. നമ്മളും അവരെ മനസ്സിലാക്കുന്നുണ്ട്, അവരുടെ ആഗ്രഹം എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ പേക്കൊത്തുകൾ കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് അവരെ ആരും എടുത്ത് ട്രോളാത്തത്. പക്ഷേ നെഗറ്റീവ് പോലും ഇല്ലാതെ അവരെ റീച്ച് കിട്ടി നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ ഫാമിലിയാണ് അവരുടേത്. സൂര്യ ഈശാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. വിവാഹം കഴിഞ്ഞു, അവർക്കും ഒരു കുഞ്ഞെന്നുള്ള ഭയങ്കര ആഗ്രഹമുണ്ട്. പല വീഡിയോസിലും സൂര്യ പറയുന്നുണ്ട്. ഒരിടത്തും സൂര്യ എടുത്തിട്ട് ട്രോളുകയോ നെഗറ്റീവിൽ അവരെ വേദനിപ്പിക്കുകയോ അങ്ങനെയൊന്നും ആരും ചെയ്യുന്നില്ല. അവരെയൊക്കെ ഈ സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ ജനങ്ങളാണെങ്കിലും അംഗീകരിച്ചു, ഏറ്റെടുത്തു. എന്തുകൊണ്ടാണ് ജാസിക്ക് അത് കിട്ടാത്തത്? ജാസിയുടെ പ്രവൃത്തി, ജാസി ഇമ്മാതിരിയൊക്കെ കാണിക്കുന്നത് കൊണ്ട് ജാസി ആദ്യം മനസ്സിലാക്കേണ്ടത്, ഒരിക്കലും ജാസി ഒരു സ്ത്രീ ആവത്തില്ല. ജാസിക്ക് യൂട്രസ് ഇല്ല, പിന്നെ ജാസിക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കത്തില്ല, പീരീഡ്സ് വരില്ല. ഇതിനെക്കാട്ടിലും ഒക്കെ അപ്പുറം ജാസി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജാസി ഇപ്പോഴും പുരുഷൻ തന്നെയാണ്. കാരണം മെയിൻ സർജറി ചെയ്തിട്ടില്ല, ട്രാൻസ് വുമൺ പോലും ആയിട്ടുണ്ടെങ്കിൽ ആ മെയിൻ സർജറി ചെയ്ത സർട്ടിഫിക്കറ്റ് കാണിച്ചു ബോധ്യപ്പെടുത്തണം. അങ്ങനെ കഴിയാത്തിടത്തോളം കാലം എല്ലാവരുടെ മുന്നിൽ ജാസി പുരുഷൻ തന്നെയാണ്. ഈ സിലിക്കൺ വെച്ചത് കൊണ്ട് ഒരിക്കലും ഒരു സ്ത്രീ ആയിട്ട് ആരും അംഗീകരിക്കത്തില്ല.
മെയിൻ സർജറിയൊക്കെ ചെയ്ത് ഒരു ട്രാൻസ് വുമണെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ആളുകൾ അംഗീകരിക്കും. പിന്നെ ഈ കോപ്രായവും കോമാളിത്തരം കൂടെ നിർത്തിയാൽ മതി. എന്തൊക്കെയാണ് ഈ ആശയമായിട്ട് കൊണ്ട് കാണിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ? എന്തൊക്കെയാണ് കാണിക്കുന്നത്? ആഗ്രഹങ്ങളും ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. വെറുപ്പിക്കൽസ് അല്ലേ, വെറുപ്പിക്കൽസ്. ജാസി സത്യം ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. ഇങ്ങനെ സാരി ഉടുത്തത് കൊണ്ടോ, ഓർണമെൻറ്റ്സ് വാരി ഇട്ടത് കൊണ്ടോ, മുടി നീട്ടി വളർത്തിയത് കൊണ്ടോ, മെള്ളിൽ സിലിക്കോൺ വെച്ചത് കൊണ്ടോ ഒരിക്കലും ജാസി ഒരു സ്ത്രീ ആവത്തില്ല. ജാസി മെയിൻ സർജറി ചെയ്ത് ട്രാൻസ് വുമൺ ആകാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയധികം വിമർശനങ്ങൾ ഉണ്ടാക്കത്തില്ല. പിന്നെ ഈ വായിൽ നിന്ന് വരുന്ന ഈ വിവരക്കേടുണ്ടല്ലോ, അതും കൂടി നിർത്തിയാൽ കൊള്ളാം. ഈ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേര് അംഗീകരിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നത്. ഒരുപാട് പേര് അംഗീകരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ജാസിയെ പോലെ കോപ്രായങ്ങൾ കാണിക്കുന്നവരെയാണ്, കോമാളിത്തരം കാണിക്കുന്നവരെയാണ്. ഈ സർജറി പോലും ചെയ്യാതെ പെണ്ണിൻ്റെ വേഷവും കെട്ടി പെണ്ണാണെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ജാസിയെ പോലുള്ളവരെ ആൾക്കാർ വിമർശിക്കും, റിയാക്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ശപിച്ചത് കൊണ്ട് കാര്യമില്ല, ഒന്നും ആവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂട്ടത്തിൽ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ.